വെൽക്കം ടു മൈ ചാനൽ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇന്ന് നമുക്ക് ഈ മിക്സിയിലേക്ക് ചക്ക ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയാലോ. ഒരു അടിപൊളി പലഹാരമായിട്ട് മാറുന്ന കാണിച്ചു തരാം കേട്ടോ. ഇനി അതിന് വേണ്ടി ഞാൻ ചക്കയുടെ കുരുവൊക്കെ കളഞ്ഞ് കീറി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. അങ്ങനെ അത് 2-3 പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ലാസ്റ്റ് ചക്ക അരയ്ക്കുന്ന സമയത്ത് ഒരു വാളം ചുവന്നുള്ളി, ഒരു 4 വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ജീരകം, 1 ഗ്ലാസ് റവ, ഒരു 1/2 ഗ്ലാസ് പൊടി ഇട്ട് നമ്മൾ കുഴച്ചിട്ട് നോക്കണം. എന്നിട്ട് ബാലൻസും കൂടി ഇടും. ഇനി അതിലേക്ക് 1 മുറി തേങ്ങ ചിരണ്ടിയത്, പാകത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പക്ഷെ നിങ്ങളെ ചക്ക ഇനി അരയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചക്കയിൽ നന്നായിട്ട് വെള്ളമുള്ള സമയമല്ലേ, മഴക്കാലമായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വെള്ളം ഒഴിച്ച് അരച്ചുകൊണ്ട് ഇച്ചിരി ഇത് കൂടിപ്പോയി. അപ്പോൾ ഇച്ചിരി കൂടി പൊടി ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ ആ ഗ്ലാസ്സിന് ഒരു 2 ഗ്ലാസ് പൊടി, 1 ഗ്ലാസ് റവയും കൂടിയാണ് ഇപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ടത്. അപ്പോൾ ആ ചെറിയ പാത്രത്തിലിട്ട് കുഴയ്ക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ വലിയ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി നന്നായിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ചക്കയൊക്കെ കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ എല്ലാം നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ചീഞ്ചട്ടിയിലേക്ക് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ പരത്തി വെച്ചേക്കണത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ പൊന്തി വരും കേട്ടോ. ഇടുമ്പോൾ തന്നെ പൊന്തി വരില്ല, ഒരു 2 മിനിറ്റൊക്കെ കഴിയും. അന്നേരമാണ് പൊന്തി വരുള്ളൂ. അത് നിങ്ങൾ തീ ശരിക്കും കുറച്ച് കൊടുക്കണേ. കണ്ടോ പൊന്തി വന്നേക്കണത്. ഇനി അത് നമുക്ക് തിരിച്ചിടാം. അങ്ങനെ നമുക്കെല്ലാം പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക വെച്ചുള്ള 4 മണി പലഹാരം റെഡിയായി. നമ്മുടെ പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുണ്ടോ നല്ല ടേസ്റ്റാട്ടോ ഇതിന്. ഉണ്ടോ വിടുന്നൊക്കെ ഇരിക്കുന്നത് ഉണ്ടോ, അറ പോലെ വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കമൻറ്റും കൂടി ഇടണേ. നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈക്കാണ് എൻ്റെ വിജയം. അപ്പോൾ ആരെങ്കിലും ഇത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ബൈ.